വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നും ഞാനൊരു നാടൻ ഡിഷ് കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഇടിയൻ ചക്ക കിട്ടുന്ന സമയത്തല്ലേ നമുക്ക് അങ്ങനത്തെ അതുകൊണ്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ 2-3 വീഡിയോക്ക് മുന്നേ നമ്മള് ഇടിയൻ ചക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. കുറെ പേര് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു ഈ തോരൻ ഇടിയൻ ചക്ക കൊണ്ട് തോരൻ നല്ല ടേസ്റ്റ് ആയിട്ട് എങ്ങനെയാ ഉണ്ടാക്കാമെന്ന് റെസിപ്പി ഇടുമെന്ന് ചോദിച്ചാൽ. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പമല്ല, ഇടിയൻ ചക്ക കിട്ടണ സീസൺ തന്നെയാണ്. അപ്പൊ അത് എനിക്ക് എന്റെ ഫ്രണ്ട് ശ്രീജ ഇടിയൻ ചക്ക വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച് കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇടിയൻ ചക്ക ഞാൻ ആ കട്ട്ലേറ്റിന്റെ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് തൊലി ചെത്താന്നും അത് കട്ട് ചെയ്തിട്ട് വേവിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഇടിയൻ ചക്ക നല്ല തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതാണ് ഇത്. ചിലവര് ഈ ഇടിയൻ ചക്ക ഒന്ന് ചതച്ചെടുക്കും അമ്മീമേ, ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പൊ ഞാനത് ചെയ്യാൻ പോവാണ്. ഇടിയൻ ചക്ക ക്രഷ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉള്ളി, അത് ഞാൻ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്, അതായത് ഒരു 10-20 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഈ ചെറിയ ഉള്ളി അതിൽ ആഡ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഒരു തുടം ഫുള്ള് വെളുത്തുള്ളി ഇട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ക്രഷ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് വേവിച്ച ചക്ക ക്രഷ് ചെയ്തെടുക്കാം. ചിലവര് വേവിക്കുന്നതിന് മുമ്പ് തന്നെ കൊത്തിരിഞ്ഞിട്ട് ചക്ക വെക്കുന്നത്, ഈ ഉപ്പേരി വെക്കുന്നത് കാണാം, തോരൻ വെക്കുന്നത് കാണാം. അതിന് വേറൊരു ടേസ്റ്റാണ്. അല്ലാതെ ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ചക്ക നമുക്ക് ഓരോന്നായിട്ട് ചോപ്പറിലേക്ക് ഇടാം. പക്ഷേ ഈ രീതിയിലാണ് കേട്ടോ, ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. അതും കൂടി ഇതേപോലെ തന്നെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് ചൂടാക്കാം. ഞാൻ പറയുന്നത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുറച്ച് അരിമണി, അതായത് ഇപ്പോൾ നമ്മള് വീട്ടിൽ ചോറിന് ഉപയോഗിക്കുന്ന അരി ആയാലും പച്ചരി ആയാലും ഏതായാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ കുറച്ച് ഉഴുന്ന്, അതിപ്പോ ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 3 ടീസ്പൂൺ ചതച്ച മുളക് പൊടി. ഇത് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇത്തിരി ഇത് അത്യാവശ്യം എരിവുണ്ട്. നമ്മളിപ്പോ 1 കിലോ ചക്കയുടെ അടുത്തുണ്ട്. പറയുമ്പോൾ അറിയാലോ, നാളികേരം നന്നായിട്ട് വേണം. 1 കപ്പ് നാളികേരം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അതിന്റെ പിന്നാലെ തന്നെ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. പകുതി മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളി കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. പകുതി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചതച്ച ഉള്ളിയും വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 2 കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നന്നായിട്ട് ഉള്ളി വെളുത്തുള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ചതച്ച മുളക് പൊടി, അത് 3 ടീസ്പൂൺ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. നമ്മൾ ഇടാൻ പോകുന്നതിൽ നാളികേരാണ്. ആ നാളികേരം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം. ഈ സമയത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ നമ്മുടെ തോരനുള്ള ചക്ക ഇട്ട് കഴിഞ്ഞിട്ട് ഇട്ടാലും വിരോധമില്ല. പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ നാളികേരം 1 മിനിറ്റ് നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിയൻ ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ രീതിയിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒലർന്ന് കിടക്കും. അതാണ് ഇങ്ങനെ ക്രഷ് ചെയ്താൽ ഉള്ള ഗുണം. അപ്പം ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെ അമ്മീമ ചതച്ചെടുക്കണവരുണ്ടാവും. ഇതെല്ലാത്തിനും ഓരോ വേറിട്ട സ്വാദുകളാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്വാദാണ്. ഇവിടെ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം.
ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ പാകമാണ്. നേരത്തെ തന്നെ നമ്മൾ ഇടിയൻ ചക്ക വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഈ ചട്ടിയിലൊന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടിയൻ ചക്ക തോരൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ രീതിയിൽ കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. എന്തായാലും ഇടിയൻ ചക്ക കിട്ടുന്ന സീസണാണ്, പല വെറൈറ്റികൾ നമുക്ക് പരീക്ഷിക്കാം. അപ്പൊ അടുത്ത തവണ ഒരു പുതിയ ഡിഷുമായിട്ട് ഞാൻ വരും. ബൈ.